PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് SCRT പാഠഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ കാലത്ത് 9 മണിക്ക് എഗെയിൻ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള SCRT ആണ്. ഇപ്പം നമ്മൾ നോക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്തുള്ള SCRT പാഠഭാഗങ്ങളാണ്. ദെൻ 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അത് കഴിഞ്ഞാൽ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച നമ്മൾ 3ഉം കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. അപ്പോൾ അതിൽ മാത്സ് എന്ന് പറയുമ്പോൾ LDCക്കും LGSനും കോമൺ ആണ്. ഇംഗ്ലീഷും മലയാളവും LDCക്ക് മാത്രം. ഓക്കെ. ദെൻ രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന 3 GK പോർഷൻസ് ഉണ്ടായിരിക്കും. 6 മണിക്ക് പഠിക്കുന്ന SCRT പാഠഭാഗം ഇന്ത്യൻ ഹിസ്റ്ററി, 9 മണിക്ക് പഠിക്കുന്ന ബയോളജിയുടെ ഭാഗം, ദെൻ 12 മണിക്ക് പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യും വിത്ത് എക്സ്പ്ലനേഷൻ. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അത് നമ്മൾ ചെറിയ കോഡ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 2 റെക്കോർഡഡ് ക്ലാസ്സും, അങ്ങനെ 6 ക്ലാസ്സുകൾ നമ്മൾ ഒരു ദിവസം നൽകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വിജയം മുന്നോട്ട് കണ്ടുകൊണ്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ക്ലാസ് കണ്ടാൽ മാത്രം പോരാ, ക്ലാസ് കാണാനിരിക്കുമ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. റിവിഷൻ ടൈമിൽ നോട്ട്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ലൈവായിട്ട് റിവിഷൻ ചെയ്യാറുണ്ട്. പിന്നെ ഒരു മാസം പഠിച്ച കാര്യങ്ങൾ നമ്മൾ മാസത്തിൽ ഒരു ദിവസം 100 മാർക്കിൻ്റെ എക്സാം ആയിട്ടും ചെയ്യാറുണ്ട്. അതും ലൈവായിട്ടാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഫോളോ ചെയ്യുക, നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി കോശത്തെക്കുറിച്ച് പഠിച്ചു, നാഡീ വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ് ദഹന വ്യവസ്ഥയാണ്. അപ്പോൾ ദഹന വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആഹാരം അന്നപഥത്തിൽ എന്ന് പറയുന്ന SCRT പാഠഭാഗത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് ആഹാരം അന്നപഥത്തിൽ എന്ന് പറയുന്ന പാഠഭാഗത്തിലോട്ട് കടക്കാം. ദഹന വ്യവസ്ഥയാണ് ഇത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 9ാം ക്ലാസ്സിലെ 2ാമത്തെ ബയോളജി ചാപ്റ്ററിലൂടെയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ആഹാരം അന്നപഥത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് അവിടെ തന്നിട്ടുള്ളത്? പോഷക ഘടകം ഒരു സൈഡിൽ തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് അതിൻ്റെ ധർമ്മമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതവിടെ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റമിനുകൾ, ജലം, ഇതിൻ്റെ എല്ലാം ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയണമല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ ധർമ്മം എന്നുള്ളത്. അറിയാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാം. ഈ കോളം ഒന്ന് ഫില്ല് ചെയ്തിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് ധാന്യകമാണ്. ധാന്യകത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ് നമുക്കറിയാം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജത്തിനായിട്ട് കലോറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് ആര്? ധാന്യകം. ധാന്യകം എന്ന് പറയുന്നതിൻ്റെ ധർമ്മം എന്താണ്? ശരീരത്തിന് ആവശ്യമായ ഊർജത്തിനായി കലോറികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, എഴുതി വെച്ചോളാം കേട്ടോ. ഞാൻ എഴുതുന്നില്ല, പറയുന്നുണ്ട്, എഴുതി വെക്കുക. എന്താണ് ധാന്യകത്തിൻ്റെ ഫംഗ്ഷൻ? ശരീരത്തിന് ആവശ്യമായ ഊർജത്തിനായി കലോറികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, എഴുതിയല്ലോ. അടുത്തത് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താണ്? വളർച്ചയ്ക്ക് സഹായകമായ അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുക. നമുക്കറിയുന്നതാണ് അല്ലേ. പ്രോട്ടീൻ എന്താണ് ചെയ്യുന്നത്? അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വളർച്ചയ്ക്ക് സഹായകമായ അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു ആര്? പ്രോട്ടീൻ. ഓക്കെ, കിട്ടിയോ? അടുത്ത ആൾ ആരാണ്? കൊഴുപ്പാണ്. നമ്മൾ ധാന്യകം പറഞ്ഞു, പ്രോട്ടീൻ പറഞ്ഞു, അടുത്ത ആൾ കൊഴുപ്പ്. കൊഴുപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഊർജത്തിന് ആവശ്യമായ കലോറി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ധാന്യകം എന്തായിരുന്നു? ശരീരത്തിന് ആവശ്യമായ ഊർജത്തിനായി കലോറികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ. കൊഴുപ്പും എന്താണ്? ഊർജത്തിന് ആവശ്യമായിട്ടുള്ള കലോറി ഉൽപ്പാദിപ്പിക്കുന്നു. പ്രോട്ടീൻ എന്താണ്?
വളർച്ചയ്ക്ക് സഹായകമായ അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് ധാതുക്കൾ എന്താണ് ചെയ്യുന്നത്? കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, അയൺ എന്നിവ അസ്ഥി രൂപീകരിക്കുന്നതിനും വൃക്കയുടെ പ്രവർത്തനത്തിനും രക്തരൂപീകരണത്തിനും സഹായിക്കുന്നു. അപ്പം ചില ധാതുക്കളെയാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, അയൺ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അസ്ഥിയുടെ രൂപീകരണത്തിനും വൃക്കയുടെ പ്രവർത്തനത്തിനും രക്തരൂപീകരണത്തിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് വിറ്റമിനുകളാണ്. വിറ്റമിനുകൾ നമുക്ക് അറിയുന്നതാണ് അല്ലേ? നമ്മൾ ഒത്തിരി വിറ്റമിനുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? വിറ്റമിൻ എ ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഓരോന്നും നമുക്കറിയാം. വിറ്റമിൻ ഇ എന്ന് പറയുന്നത് രക്തരൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ ഇ രക്തരൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ ഡി എന്താണ് ചെയ്യുന്നത്? എല്ലുകളെ ബലപ്പെടുത്തുന്നുണ്ട്. വിറ്റമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നത് വിറ്റമിൻ എ ആണ്. അപ്പോൾ വിറ്റമിനുകളെ കുറിച്ച് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അടുത്തത് ജലം എന്താണ് ചെയ്യുന്നത്? രക്തരൂപീകരണത്തിനും അതുപോലെ തന്നെ ശരീര അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നത് ആരാണ്? ജലമാണ്. ഓക്കെ, രക്തരൂപീകരണത്തിനും ശരീര അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നത് ജലമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓരോ പോഷക ഘടകങ്ങളും അതിൻ്റെ ധർമ്മവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ കോളം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അത് വെച്ച് പഠിച്ചേക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ്? ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ എന്താണ് ദഹനം എന്ന് നമുക്ക് അറിയണം. എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത് എന്താണ്? സങ്കീർണമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ദഹനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദഹനം എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ കിട്ടി. ഇനി ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം കാണുന്ന ഭാഗം ഏതാണ്? നമുക്കറിയാം അല്ലേ? ആദ്യം കാണുന്നത് വായയാണ് അല്ലേ? നമ്മുടെ വായയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ദഹന വ്യവസ്ഥയുടെ ആരംഭം അല്ലെങ്കിൽ എവിടെ നിന്നാണ്? ആദ്യത്തെ ഭാഗം ഏതാണ്? വായയാണ്. നമ്മുടെ വായയാണ് ദഹന വ്യവസ്ഥയുടെ ആദ്യ ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം വായ. അടുത്തത് ദേ ഈ കാണുന്ന ഈ കുഴലാണ് അല്ലേ? ഇത് എന്താണ്? അന്നനാളമാണ് അല്ലേ? വായ കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഏതാണ്? അന്നനാളം. ഇത് എഴുതി വെക്കുക കേട്ടോ, നിങ്ങൾ അടയാളപ്പെടുത്തി ചിത്രം വരച്ച് പഠിക്കാം. നമ്മൾ എന്താണ് ദഹന വ്യവസ്ഥയുടെ ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഈ ചിത്രം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ആഹാരം വായിലാണ് വെച്ച് കഴിക്കുന്നത്. അപ്പോൾ വായയാണ് തുടങ്ങുന്നത്. ദെൻ അന്നനാളം. അടുത്ത ഭാഗം ഏതാണ്? നോക്കിക്കേ, ആമാശയമാണ്. ഈ കാണുന്ന ഭാഗം ഏതാണ്? ആമാശയം. അപ്പോൾ ദഹന വ്യവസ്ഥയിൽ വരുന്ന പാർട്ടുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോന്നും ഓർഡറിൽ തന്നെ പഠിക്കുക. വായ, അന്നനാളം, ആമാശയം. ദെൻ കാണുന്നത് എന്താണ്? ഈ അകത്ത് കാണുന്നത് ചെറുകുടലാണ്. ഓക്കെ, എന്താണ്? ചെറുകുടൽ. ഓക്കെ, ചെറുകുടൽ. അത് കഴിഞ്ഞ് കാണുന്നത് ഏതാണ്? വൻകുടലാണ്. ഓക്കെ, ചെറുകുടൽ കഴിഞ്ഞ് കാണുന്നത് എന്താണ്? വൻകുടലാണ്. ദെൻ അത് ലാസ്റ്റ് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? മലദ്വാരമാണ് അല്ലേ? മലദ്വാരമാണ്. അപ്പോൾ ദഹന വ്യവസ്ഥയുടെ ചിത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഏതൊക്കെയാണ് ദഹന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഇത്രയാണ് ദഹന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇവിടെ മലദ്വാരവും കൂടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി ആഹാരം വായ്ക്കുള്ളിൽ. അപ്പോൾ ആദ്യത്തെ ഭാഗം ദഹന വ്യവസ്ഥയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ വായിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വായ നമ്മുടെ ആഹാരം സ്വീകരിക്കുന്നു അല്ലേ? വായിൽ വെച്ച ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വായിൽ വെച്ചിട്ട് ആഹാരത്തിന് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം ആഹാരം വായയിൽ വെച്ചിട്ട് സ്വീകരിക്കുന്നു അല്ലേ? ഇനി ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വായിൽ വെച്ചിട്ടാണ് അല്ലേ? ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും കിട്ടി. ഇനി ഉമിനീരുമായി കലരുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുന്നേ ഇവിടെ വായിലുള്ള പല്ലുകൾ അല്ലേ? പല്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഭക്ഷണം
ചവച്ചരയ്ക്കുന്നത് അല്ലേ? ആഹാരം നന്നായിട്ട് ചവച്ചരച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ചവച്ചരയ്ക്കാനുള്ള നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പല്ലുകളാണ് അല്ലേ? അപ്പോൾ ആ പല്ലുകളെ കുറിച്ച് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ആദ്യം ഉളിപ്പല്ല് തന്നിട്ടുണ്ട്. ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന ആളാണ് ഉളിപ്പല്ല് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി അടുത്ത പല്ലുകൾ ആരൊക്കെയാണ്? കോമ്പല്ല് കൊടുത്തിട്ടുണ്ട്. കോമ്പല്ല് എന്തിനാണ് ചെയ്യുന്നത്? ആഹാരം എന്തിനു വേണ്ടിയിട്ടാണ്? കടിച്ച് കീറാനായിട്ട് അല്ലേ? ആഹാരം കടിച്ചു കീറാനായിട്ട് സഹായിക്കുന്നതാണ് കോമ്പല്ല്. ഉളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കുന്നതിന്, കോമ്പല്ല് ആഹാരം കടിച്ച് കീറാനായിട്ട് സഹായിക്കുന്നു. ദെൻ അഗ്രചർവണവും ചർവണകവും അതെന്തിനാണ് സഹായിക്കുന്നത്? ആഹാരം ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്കറിയുന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പല്ലിൻ്റെ ജസ്റ്റ് പേരുകളും അതിൻ്റെ ഫങ്ഷനും ഒന്ന് പഠിച്ചു വച്ചേക്കാം. ഇനി പല്ലിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നിങ്ങൾ പഠിക്കുക കേട്ടോ. കാരണം നമ്മുടെ ആദ്യത്തെ ദഹനവ്യവസ്ഥയിൽ ആദ്യം വരുന്ന വായിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഭക്ഷണം ചവച്ചരയ്ക്കുക എന്നുള്ളത് അല്ലേ? പല്ല് കൊണ്ടാണ് നമ്മൾ ചവച്ചരയ്ക്കുന്നത്. അപ്പോൾ പല്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കാനുണ്ട്. അടുത്തത് നോക്കുക, ഇവിടെ പല്ലിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണുന്ന ഭാഗം ഇനാമൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനാമൽ എന്ന് പറയുന്നത് വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. കടുപ്പമേറിയ ഭാഗമാണ്, നിർജീവമാണ് അല്ലേ? വെള്ള നിറമാണ്, കടുപ്പമേറിയ ഭാഗമാണ്, നിർജീവമാണ്. അത് ഇനാമലിനെ കുറിച്ച് പഠിച്ചു വെക്കാം. അടുത്ത ഭാഗം നോക്കുക, ഡെൻറ്റൈൻ. പല്ലിൻ്റെ അടുത്ത ഭാഗമാണ്. ഈ യെല്ലോയിഷ് കളറിൽ ഇങ്ങനെ കാണുന്നില്ലേ, അതാണ് ഡെൻറ്റൈൻ. ഡെൻറ്റൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡെൻറ്റൈൻ ആണ്. ഓക്കെ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് എന്ത്? ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കുക, പൾപ്പ്. ആ റെഡ് കളറിൽ കാണുന്നില്ലേ, അതാണ് പൾപ്പ് എന്ന് പറയുന്നത്. എന്താണ്? പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കല, രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു. ഓക്കെ, പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായ യോജക കല, രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു. അടുത്തത് സിമൻറ്റം എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് സിമൻറ്റം? ഇവിടെ ഔട്ടറായിട്ട് കാണുന്ന ഒരു റെഡ് കളറിൽ കാണുന്നുണ്ട് അല്ലേ? അതാണ് സിമൻറ്റം എന്ന് പറയുന്നത് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയാണ്. അപ്പോൾ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? സിമൻറ്റമാണ്. നമ്മളിത് ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? നമ്മളൊരു വീടൊക്കെ കെട്ടുന്ന സമയത്ത് രണ്ട് കല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ സിമൻറ്റ് ഉപയോഗിക്കും അല്ലേ? ഇടയ്ക്ക് സിമൻറ്റ് ഇടും രണ്ട് കല്ലിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതുപോലെ തന്നെ പല്ലിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സിമൻറ്റ് ഇടുക എന്ന് ഓർത്തു കഴിഞ്ഞാൽ സിമൻറ്റം എന്ന് നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. പല്ലിൻ്റെ ഓരോ പാർട്ടും അതിൻ്റെ ഫങ്ഷനും എന്താണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ വീണ്ടും ദഹനവ്യവസ്ഥയിലോട്ട് വരികയാണ്. ദഹനവ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മുടെ പല്ല് എന്ന് പറയുന്നത്. സോ അത് പഠിച്ചു വെക്കുക. ഇനി ആഹാര പദാർത്ഥങ്ങളെ ചെറുകണികകളാക്കുന്നതിൽ പല്ലുകളുടെ ഘടന നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുന്നതും നാക്കാണ്. അപ്പം നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വായിൽ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വായിലാണ് നമ്മൾ ആഹാരം സ്വീകരിച്ചു, ആ ആഹാരത്തെ പല്ലുകൾ ഉപയോഗിച്ച് ചവച്ചരച്ചു. പിന്നെ നമ്മുടെ നാക്ക് എന്തിനാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായിട്ട് കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുന്നത് ആരാണ്? നാക്കാണ്. കൂടാതെ രുചി അറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങൾ സഹായിക്കുന്നു അല്ലെ? രുചി അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആരാണ്? നാവിലെ സ്വാദുമുകുളങ്ങളാണ്. അത്രയും കാര്യങ്ങൾ അവിടെ കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പം അത്രയും വായിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഉമിനീരും ദഹനവും. ഓക്കെ, വായിക്കകത്തുള്ള ഉമിനീരിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഉമിനീരെന്ന് പറയുന്നത് ഇവിടെ നോക്കുക, 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ഓക്കെ, നമ്മുടെ മനുഷ്യരുടെ വായിലുള്ള ഉമിനീർ ഗ്രന്ഥികൾ എത്ര എണ്ണം ഉണ്ട്? 3 ജോഡിയാണ് ഉള്ളത്. ഓക്കെ, ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശേഷ്മവും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസും അതുപോലെ തന്നെ ലൈസോസൈം എന്ന് പറയുന്ന രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിട്ടുണ്ട്. ഓർത്തിരിക്കട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. സലൈവറി അമിലേസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു.
ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ്. നമുക്ക് ചവച്ചരച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ, ഒരു വഴുവഴുപ്പുള്ള കുഴമ്പ് രൂപത്തിലാക്കുന്നത് എന്താണ്? ശ്ലേഷ്മമാണ്. ഓക്കെ. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് ലൈസോസൈം സഹായിക്കുന്നു. ഓക്കെ. അപ്പോൾ ഉമിനീർ ഗ്രന്ഥികളിൽ എന്താണ് ഉള്ളത്, ഏതൊക്കെയാണ്? ഉമിനീരിലുള്ളത് ഏതൊക്കെയാണ്? സലൈവറി അമിലേസ്, അതുപോലെ തന്നെ ലൈസോസൈം, അതുപോലെ ശ്ലേഷ്മം എന്ന് പറയുന്നത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിലെ ശ്ലേഷ്മം എന്തിനാണ് സഹായിക്കുന്നത്? ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിലുള്ള വഴുവഴുപ്പുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ്. പിന്നെ ലൈസോസൈം എന്തിനാണ് സഹായിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഒരു പരിധി വരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ലൈസോസൈം ആണ്. ഇനി സലൈവറി അമിലേസ് എന്തിനാണ് പറയുന്നത്? സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. ഓക്കെ. അന്നജത്തെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. അപ്പോൾ നോക്കുക, നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ഇങ്ങനെ ചവച്ചരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം ചെറിയ മധുരമായിട്ട് തോന്നും അല്ലേ? ചിലത് ഭക്ഷണം അല്ലെങ്കിൽ ചോറൊക്കെ നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ നമുക്ക് മധുരിക്കുന്നതായിട്ട് തോന്നും. അതിന് കാരണം എന്താണ്? ഈ അന്നജം മാൾട്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയായിട്ട് മാറുന്നതാണ്. അതിന് ആരാണ് സഹായിക്കുന്നത്? സലൈവറി അമിലേസ് ആണ് അല്ലേ? അപ്പോൾ സലൈവറി അമിലേസിൻ്റെ സഹായത്തോടു കൂടി അന്നജം മാൾട്ടോസ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ഭക്ഷണം ചവച്ചരയ്ക്കുമ്പോൾ മധുരം തോന്നാനായിട്ട് കാര്യം. ഓക്കെ. അപ്പോൾ സലൈവറി അമിലേസ് എന്തുമാക്കി മാറ്റുന്നു? അന്നജത്തെ മാൾട്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയാക്കിയിട്ട് മാറ്റുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം മധുരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ വായ പഠിച്ചു. ഇനി ആഹാരം അന്നനാളത്തിലൂടെ. അപ്പോൾ അന്നനാളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. ഓക്കെ. ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിയിലൂടെയാണ് അന്നനാളത്തിൽ പ്രവേശിക്കുന്നത്. ഗ്രസനിയിൽ നിന്ന് തന്നെയാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത്. നമ്മൾ ശ്വസന വ്യവസ്ഥ പഠിച്ചിട്ടില്ല, പഠിക്കുമ്പോൾ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഗ്രസനിയിൽ നിന്നാണ് എന്തും ആരംഭിക്കുന്നത്? ശ്വാസനാളവും ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഭാഗികമായി ദഹിച്ച ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. ഗ്രസനിയിൽ നിന്ന് തന്നെയാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. ഇനി നോക്കുക, ആഹാരം വിഴുങ്ങുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. ചെറുനാക്ക് എന്ത് ചെയ്യുന്നു? ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ഈ ഭാഗം അടയ്ക്കുന്നു. നാക്കിൻ്റെ പിൻഭാഗം ഭക്ഷണത്തെ ഗ്ലോമപിതാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ഗ്ലോമപിതാനം ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഹാരം വിഴുങ്ങുന്ന രീതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. അത് നമ്മൾ ക്ലാസ് റൂം സെക്ഷനിൽ അതൊക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. നോക്കുക, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട്, പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം ആമാശയത്തിലെത്തുന്നത് അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ്. ഓക്കെ. അതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. എന്താണ് പെരിസ്റ്റാൾസിസ്? ഭക്ഷണം ആമാശയത്തിലെത്തുന്നത് അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അന്നനാളത്തിൻ്റെ കാര്യം അത്രയാണ് അവിടെ പറയുന്നത്. ഇനി ആഹാരം ആമാശയത്തിൽ എന്താണ് നടക്കുന്നത് നോക്കാം. വായ്ക്കുള്ളിൽ വച്ച് അല്പം മാത്രം ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിലെത്തി കൂടുതലായി ദഹിപ്പിക്കപ്പെടുന്നു. ഓക്കെ. വായ്ക്കുള്ളിൽ വച്ച് അല്പം മാത്രം ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? ആമാശയത്തിലെത്തി കൂടുതലായി ദഹിപ്പിക്കപ്പെടുന്നു. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം. അപ്പോൾ ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ഓക്കെ. പെരിസ്റ്റാൾസിസ് എന്താക്കുന്നു? ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു. ആമാശയഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആമാശയരസത്തിലെ ഘടകങ്ങൾ. അപ്പോൾ എന്താണ്?
ആമാശയ രസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമാശ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ആമാശയ ഗ്രന്ഥികൾ. അവ സ്രവിക്കുന്ന രസമാണ് എന്ത്? ആമാശയ രസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ കാണപ്പെടുന്ന എന്താണ് ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആമാശയ രസത്തിലെ ഘടകങ്ങളാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആമാശയ രസം എന്നുള്ളത് ഒന്നുകൂടെ പറയാം. എന്താണ്? ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് എന്ത്? ആമാശയ ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ഓക്കെ, ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ആമാശയ ഗ്രന്ഥികൾ. ഈ ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആമാശയ രസം. ഓക്കെ, ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് എന്ത്? ആമാശയ രസം. അപ്പോൾ ഈ ആമാശയ രസത്തിൽ വരുന്ന ഘടകങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കാം, പെപ്സിൻ എൻസൈം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താണ് തന്നിട്ടുള്ളത്? ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒരു പച്ച കളറിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പെപ്സിൻ എൻസൈം, അതുപോലെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ഇതാണ് എന്ത്? നമ്മുടെ ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പെപ്സിൻ എൻസൈം എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. പെപ്സിൻ എൻസൈം എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. അടുത്തത് ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം എന്താണ് ചെയ്യുന്നത്? കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്ന ആളാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം. അടുത്ത ആള് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നു. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നതും ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, അടുത്ത ആള് ശ്ലേഷ്മമാണ്. ശ്ലേഷ്മം എന്താണ് ചെയ്യുന്നത്? ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആരാണ്? ശ്ലേഷ്മമാണ്. ഓക്കെ, ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മമാണ്. അപ്പോൾ ആമാശയ രസങ്ങളിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കുക. അതിൻ്റെ ഫംഗ്ഷനും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു കോളം തന്നിട്ടുണ്ട്, ശരീരത്തിലെ ആസിഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്. അത് നോക്കാം. ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്ന ആരാണെന്നാണ് പറയുന്നത്? ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. അതിൻ്റെ pH മൂല്യം 1 മുതൽ 3 വരെയാണ്. 1 മുതൽ 3 വരെയാണ് pH മൂല്യം. ഓക്സിൻറ്റിക് കോശങ്ങളിലാണ് എന്ത് നിർമ്മിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. അതിൻ്റെ pH മൂല്യം എത്രയാണ്? 1 മുതൽ 3 വരെയാണ്. ലോഹത്തെ വരെ ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഈ ആസിഡ് എന്തുകൊണ്ടാണ് ആമാശയ ഭിത്തിയെ തകർക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ അതിന് കാരണമാണ് അടുത്ത പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടാണ്. അതായത് ലോഹത്തെ വരെ ദ്രവിപ്പിക്കാൻ കഴിയുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്നിട്ടും അതെന്തുകൊണ്ട് ആമാശയ ഭിത്തിയെ തകർക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ ആവരണ കലയിലെ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുമാണ് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞു ശ്ലേഷ്മം എന്താണ് ചെയ്യുന്നത്? ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആവരണ കലയിലെ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുമാണ് ആമാശയ ഭിത്തിയെ എന്തിൽ നിന്നും? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും സംരക്ഷിക്കുന്നത്. ശ്ലേഷ്മം ആമാശയത്തിന്റെ ഉൾഭാഗത്തെ ആവരണം ചെയ്ത് ആസിഡിനെ ചെറുക്കുന്നു. ക്ഷാരമായ ബൈകാർബണേറ്റ് ആസിഡിനെ എന്ത് ചെയ്യുന്നു? നിർവീര്യമാക്കുന്നു. ഓക്കെ, ശ്ലേഷ്മം ആമാശയത്തിന്റെ ഉൾഭാഗത്ത് ആവരണം ചെയ്ത ആസിഡിനെ ചെറുക്കുന്നു. ക്ഷാരമായ ബൈകാർബണേറ്റ് ആസിഡിനെ നിർവീര്യമാക്കുന്നു. എന്നാൽ ചിലരിൽ ആസിഡിന്റെ ഉൽപാദനം ക്രമാതീതമാകും. അപ്പോൾ സംരക്ഷണ സംവിധാനം പരാജയപ്പെടും. അസിഡിറ്റി എന്ന് പറയില്ലേ നമ്മൾ? അസിഡിറ്റി ഒരു ആരോഗ്യ പ്രശ്നമാകും. അത് നീണ്ടു നിന്നാൽ ആമാശയ വ്രണം ആയിട്ട് മാറും. ചിലരിൽ അസിഡിറ്റി കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അമിതമായിട്ടുള്ള ഉൽപാദനം അത് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അസിഡിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ആസിഡിൻ്റെ ഇതിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആരാണ്? അവിടുത്തെ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുമാണ്. ശ്ലേഷ്മം അതിനെ എന്താണ്
എന്താണ് അതിൽ നിന്നും സംരക്ഷിക്കുന്നു അല്ലെ, ആസിഡിനെ ചെറുക്കുന്നു. ബൈകാർബണേറ്റ് എന്ത് ചെയ്യുന്നു, ആസിഡിനെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. ആ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ആഹാരം ചെറുകുടലിൽ. നമ്മൾ ആമാശയത്തിൻ്റെ കാര്യം പഠിച്ചു. ഇനി എന്താണ് പഠിക്കുന്നത്? ആഹാരം ചെറുകുടലിൽ വെച്ചിട്ട് എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. മനുഷ്യൻ്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. അപ്പോൾ ചെറുകുടലിൻ്റെ നീളം പഠിച്ചു വെച്ചേക്കുക. 5 മുതൽ 6 മീറ്റർ വരെ നീളമാണ് മനുഷ്യൻ്റെ ചെറുകുടലിന് ഉള്ളത്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. നമ്മൾ ഫസ്റ്റ് പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. തന്മൂലം ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നീങ്ങുകയുള്ളൂ. ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ടൊക്കെയാണല്ലേ, അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ മാത്രമാണ് ആഹാരം എന്ത് ചെയ്യുകയുള്ളൂ, പതുക്കെയാണ് നീങ്ങത്തുള്ളൂ. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. കുഴമ്പ് രൂപത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ചെറുകുടലിന്റെ ആദ്യ ഭാഗം ഏതാണ്? പക്വാശയമാണ്. അപ്പോൾ ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്കാണ് കുഴമ്പ് രൂപത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്നും ആദ്യം കടക്കുന്നത്, പക്വാശയത്തിലേക്ക്. അവിടേക്ക് കരൾ, ആഗ്നേയഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നു. പക്വാശയത്തിലേക്ക് എന്താണ്? കരൾ, ആഗ്നേയഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ എന്ത് ചെയ്യുന്നു? പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, അവയിലെ എൻസൈമുകൾ ഭാഗികമായി ദഹിച്ച ആഹാര ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ദഹന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ചെറുകുടലിൽ വെച്ച് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചെറുകുടലിൻ്റെ നീളം ഓർത്തിരിക്കുക. അവിടുത്തെ എന്താണ് ഷേപ്പ് എങ്ങനെയൊക്കെയാണ്, ചുറ്റി വളഞ്ഞിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് സാവധാനമാണ് ആഹാരം നീങ്ങുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ എന്താണ് ദഹനം പൂർത്തിയാകുന്നതും അതുപോലെ തന്നെ ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതുപോലെ കുഴമ്പ് രൂപത്തിലായിട്ടുള്ള ആഹാരം ആദ്യം എത്തുന്നത് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള പക്വാശയത്തിലേക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, കരളിനെ കുറിച്ചും ആഗ്നേയ ഗ്രന്ഥിയെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കരൾ? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കൊഴുപ്പിനെ എന്ത് ചെയ്യുന്നു? ചെറുകണികകളാക്കുന്നു. ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. അതിലൂടെ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. ദെൻ ആഗ്നേയഗ്രന്ഥി എന്താണ്? ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയഗ്രന്ഥിയാണ്. പിത്തരസവും ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ എന്ത് ചെയ്യുന്നു? പക്വാശയത്തിലേക്ക് തുറക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, ഇവിടെ പക്വാശയത്തിലേക്കാണ് എന്ത് വരുന്നത്? ഈ കുഴമ്പ് രൂപത്തിലുള്ള ആഹാരം ആദ്യം ചെന്നെത്തുന്നത് പക്വാശയത്തിലേക്കാണെന്ന് പറഞ്ഞു. അവിടേക്ക് കരൾ, ആഗ്നേയഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസവും ഏതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? പിത്തരസമാണ്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയരസമാണ്. ഇവ രണ്ടുമാണ് എവിടെ എത്തുന്നത്? പക്വാശയത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ അന്നജം, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ എങ്ങനെയാണ് ഓരോ എൻസൈമിൻ്റെ പ്രസൻസിൽ എന്തൊക്കെ ഘടകങ്ങളായിട്ടാണ് മാറുന്നത് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അന്നജം എന്തായിട്ടാണ് മാറുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു മാൾട്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയായിട്ട് മാറുന്നു. ആരുടെ പ്രസൻസിലാണ്? സലൈവറി അമിലേറ്റ്സ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, അന്നജം മാൾട്ടോസ് ആയിട്ട് മാറുന്നു പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ പ്രസൻസിലാണ്. ഓക്കെ, അപ്പോൾ അന്നജം പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ പ്രസൻസിൽ മാൾട്ടോസ് ആയിട്ട് മാറുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ പ്രോട്ടീൻ ട്രിപ്സിൻ്റെ പ്രസൻസിൽ പെപ്റ്റൈഡ് ആയിട്ട് മാറുന്നു. പ്രോട്ടീൻ എന്തായിട്ട് മാറുന്നു? പെപ്റ്റൈഡ് ആയിട്ടാണ് മാറുന്നത്. ആരുടെ പ്രസൻസിലാണ്? ട്രിപ്സിൻ്റെ പ്രസൻസിലാണ്.
ദെൻ കൊഴുപ്പ് പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെ പ്രസൻസിൽ ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ അന്നജം പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ പ്രസൻസിൽ മാൾട്ടോസ് ആയിട്ട് മാറുന്നു. പ്രോട്ടീൻ ട്രിപ്സിൻ്റെ പ്രസൻസിൽ പെപ്റ്റൈഡ് ആയിട്ട് മാറുന്നു. കൊഴുപ്പ് പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെ പ്രസൻസിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറുന്നു. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ പക്വാശയത്തിലേക്ക് എത്തി അല്ലേ, പക്വാശയത്തിൽ നിന്നും ആഹാരം മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്ധ്രരസവുമായി കലരുന്നു. എന്താണ്? പക്വാശയത്തിൽ നിന്നും ആഹാരം മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്ധ്രരസവുമായിട്ട് കലരുന്നു. അതിൽ വ്യത്യസ്ത എൻസൈമുകളുണ്ട്. അവയിൽ ചിലത് മാൾട്ടോസിനെയും പാലിലെ ധാന്യകമായിട്ടുള്ള ലാക്ടോസിനെയും പഞ്ചസാരയെയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. അതുപോലെ മറ്റൊരു വിഭാഗം എൻസൈമുകൾ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പക്വാശയത്തിൽ നിന്നും ആഹാരം മുന്നോട്ട് പോകുന്നു, ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്ധ്രരസവുമായിട്ട് കലരുന്നു. അതിൽ വ്യത്യസ്ത തരം എൻസൈമുകൾ ഉണ്ടാവും. അതിൽ ചിലത് എന്ത് ചെയ്യുന്നു? മാൾട്ടോസിനെയും അതുപോലെ തന്നെ പാലിലെ ധാന്യകമായിട്ടുള്ള ലാക്ടോസിനെയും പഞ്ചസാരയെയും എന്ത് ചെയ്യുന്നു? ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്ന് പറയുന്ന ലഘുഘടകങ്ങളാക്കിയിട്ടും മറ്റൊരു വിഭാഗം എൻസൈമുകൾ എന്ത് ചെയ്യുന്നു? പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കിയിട്ട് മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ദഹനത്തിലൂടെ അപ്പോൾ ഏകദേശം പക്വാശയത്തിൽ വെച്ച് തന്നെ കൊഴുപ്പിൻ്റെ ദഹനം ഏതാണ്ടൊക്കെ പൂർത്തിയായി. അങ്ങനെ ദഹനത്തിൽ രൂപപ്പെടുന്ന അന്തിമ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ധാന്യകം എന്തായിട്ടാണ് മാറുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്ന് പറയുന്ന ഇതായിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ധാന്യകമായി എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ധാന്യകമായി മാറുന്നത്. ധാന്യകം എന്തായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയിട്ട് മാറുന്നു. ഇനി പ്രോട്ടീൻ എന്തായിട്ടാണ് മാറുന്നത്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, അമിനോ ആസിഡ് ആണ് അല്ലേ. പ്രോട്ടീൻ എന്തായിട്ട് മാറുന്നു? അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു. ദെൻ കൊഴുപ്പ് എന്തായിട്ടാണ് മാറുന്നത്? ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ അല്ലേ. ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ടാണ് കൊഴുപ്പ് മാറുന്നത്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യുക. ധാന്യകം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയി മാറുന്നു. പ്രോട്ടീൻ അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു. കൊഴുപ്പ് എന്തായിട്ട് മാറുന്നു? ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കുക, സങ്കീർണ ഘടനയുള്ള ധാന്യകവും പ്രോട്ടീനും കൊഴുപ്പും ആഗിരണം ചെയ്യപ്പെടാൻ കഴിയും വിധം ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ് അല്ലേ. ഈ ദഹനത്തിന് വിധേയമാകാത്ത പോഷകങ്ങൾ ഏതൊക്കെയാണ്? ദഹനത്തിന് വിധേയമാകാത്തത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹനത്തിന് വിധേയമാകുന്ന പോഷകങ്ങൾ പഠിച്ചു. ധാന്യകം, അതുപോലെ പ്രോട്ടീൻ, അതുപോലെ കൊഴുപ്പ് അല്ലേ. ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ് ഇതെല്ലാം ദഹനത്തിന് വിധേയമായി. ദഹനത്തിന് വിധേയമാകാത്ത പോഷകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ജലം. പിന്നെന്താണ്? ധാതുക്കൾ, വിറ്റമിനുകൾ. ഇതെല്ലാം ദഹനത്തിന് വിധേയമാകാത്ത പോഷകങ്ങളാണ്. ഓക്കെ, ജലം, ധാതുക്കൾ, വിറ്റമിനുകൾ ഇവിടെ എഴുതി ചേർക്കാം കേട്ടോ. ധാതുക്കൾ, വിറ്റമിനുകൾ. ജലം, ധാതുക്കൾ, വിറ്റമിനുകൾ എന്നിവയാണ് ദഹനത്തിന് വിധേയമാകാത്ത പോഷകങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ആഗിരണം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നോക്കുക, രക്തലോപികകൾ, അതായത് ചെറുകുടലിൻ്റെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതാണ്, വില്ലസുകളെ കുറിച്ചാണ് കേട്ടോ. നോക്കുക, ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. വില്ലസുകൾ എന്താണ്? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായിട്ടുള്ള വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവ എന്താണ് ചെയ്യുന്നത്? ഇവ ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. വില്ലസുകൾ എന്താണ് ചെയ്യുന്നത്? ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫ് ലോമികകളായ ലാക്ടിയലുകളും കാണപ്പെടുന്നുണ്ട്. അതാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. വില്ലസുകളിൽ കാണപ്പെടുന്നതാണ് രക്തലോമികകൾ, അതുപോലെ ലാക്ടിയൽ എന്ന് പറയുന്നത്. രക്തലോമികകൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഓക്കെ, രക്തലോമികളുടെ ഫംഗ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ലാക്ടിയൽ എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടീലുകൾക്കുള്ളിലെ ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഓക്കെ,
അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? വില്ലസുകൾ അല്ലേ, ചെറുകുടലിൻ്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ കാണപ്പെടുന്നതാണ് വില്ലസുകൾ. ഇവ എന്താണ് ചെയ്യുന്നത്? ചെറുകുടലിനകത്തെ പോഷകാകിരണത്തിനുള്ള പ്രതല വിസ്തീർണം കൂട്ടുകയാണ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാണപ്പെടുന്നതാണ് രക്തലോമികൾ, ലിംഫ് ലോമികളായിട്ടുള്ള ലാക്ടീലുകളും കാണപ്പെടുന്നത്. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. ഓക്കെ, പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്ന ഏതിലൂടെയാണ്? വില്ലസിലൂടെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കുക, ആഗിരണത്തിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഡിഫ്യൂഷൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ഗാഢതാക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയകൾക്ക് എന്താവശ്യമില്ല? ഊർജ്ജം ആവശ്യമില്ല. നമുക്കറിയാം, കൂടിയ ഒരിടത്ത് നിന്നും കുറഞ്ഞൊരിടത്തേക്ക് സഞ്ചരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഊർജ്ജത്തിൻ്റെ ആവശ്യമില്ല. അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഗാഢത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ഒഴുകുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി വൻകുടലിലേക്കും പുറത്തേക്കും പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിൽ വച്ച് ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹന അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വിറ്റമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു? വിറ്റമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ആഗിരണവും എന്ത് ചെയ്യുന്നുണ്ട്? വൻകുടലിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ വൻകുടലിൽ വെച്ച് എന്തിൻ്റെയൊക്കെ ആഗിരണമാണ് നടക്കുന്നത്? ദഹനാവശിഷ്ടങ്ങൾ, അതായത് പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. അതുപോലെ തന്നെ ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന വിറ്റമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ആഗിരണവും എന്താണ്? വൻകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ സമയം എന്തിനാവശ്യമാണ്? ഈ ദഹന പ്രക്രിയ നടക്കാനായിട്ട് ആവശ്യമാണ്. ഓക്കെ, 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. അപ്പം ഇതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്നപഥത്തിൽ നടക്കുന്ന വിവിധ സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെ നമ്മളിപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ദഹന പ്രക്രിയ. 4 മുതൽ 5 മണിക്കൂർ സമയം വരെയാണ് ഈ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്.